ഞാൻ എന്നും നിന്റെ മാത്രം. ശേഖറും വേദികയും ദുബായിൽ കണ്ടുമുട്ടിയ ഒരു സായാഹ്നം. എനിക്ക് ക്രൂസ് യാത്രകൾ വളരെ ഇഷ്ടമാണ്, ശേഖർ പറഞ്ഞു. ദേവികയ്ക്കും ക്രൂസ് യാത്രകൾ വളരെയധികം ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ അധികവും ക്രൂസ് ബുക്ക് ചെയ്യാറുള്ളത്. ഇത് കേട്ടതും വേദികയുടെ മുഖം മങ്ങി. വേദിക പിന്നീട് കുറെ നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ദേവികയുടെ പേര് കൊണ്ടുവന്നത് വേദികയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടാക്സി എടുത്ത് ഡ്രൈവിംഗ് ഒഴിവാക്കാം. അതാകുമ്പോൾ എനിക്ക് ശേഖറുമായി കൂടുതൽ സമയം ചെലവഴിക്കാം, വേദിക അഭിപ്രായപ്പെട്ടു. ഓ, അത് നല്ല കാര്യമാണ്. എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാം. ഇനി എന്നാ നാം കാണുക എന്ന് ഉറപ്പില്ലല്ലോ. എന്ത്? അയാൾ ഞെട്ടലോട് ചോദിച്ചു. വേദിക ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. വൈകുന്നേരമായതോടെ ഇരുവരും ക്രൂസ് യാത്രയ്ക്ക് തയ്യാറായി. ടാക്സിയും എത്തി. കുറച്ചു നേരത്തിനുള്ളിൽ അവർ ക്രൂസിൽ ഹാർബറിലെത്തി. വേദിക ശേഖറിന്റെ കൈ ചേർത്ത് പിടിച്ച് കപ്പലിന്റെ മുകളിലെ ഡെക്കിൽ ഇരുന്നു. പര്യടനം നടത്താൻ 2 മണിക്കൂർ എടുത്തു. ഭക്ഷണ സമയമായപ്പോൾ വേദിക തൻ്റെ പ്രിയപ്പെട്ട സ്പഗറ്റി മീറ്റ് ബോൾസ് ഓർഡർ ചെയ്തു. ശേഖറും അതുതന്നെ കഴിച്ചു. ഏറെ മനോഹരമായ ഒരു സായന്തനമായിരുന്നു ആ ദിവസം. തിരികെ ഹോട്ടൽ റൂമിൽ എത്തിയ ശേഷം ശേഖർ വേദികയ്ക്ക് മരുന്നുകൾ എടുത്തു നൽകി. അവൾ മരുന്നുകൾ കഴിച്ചു കിടക്കാൻ ഒരുങ്ങി. ശേഖറിന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായി. ശേഖർ പോകുകയാണോ? വേദിക പെട്ടെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു. അതെ, എനിക്ക് പോകണം. നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കാമോ? അവൾ വീണ്ടും കൊഞ്ചി. ഞാൻ ഇന്നും നിന്റെ കൂടെ നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്? തീർച്ചയായും. ദയവായി ഇന്ന് പോകരുത്. ഞാൻ ശേഖറിനെ ബലാത്സംഗം ചെയ്യില്ലെന്ന് ഉറപ്പു നൽകുന്നു, അവൾ തമാശ രൂപേണ പറഞ്ഞു. അത് കുഴപ്പമില്ല, എന്നിൽ ആത്മവിശ്വാസമുണ്ട്, ശേഖർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ശേഖർ, നിങ്ങളുടെ കൈകളിലെ മാർദ്ദവമായ സ്പർശനമേറ്റ് എനിക്ക് ഉറങ്ങണം. ഞാൻ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളുടെ മടിയിൽ കിടന്നോട്ടെ. അത് മതി എനിക്ക് ഒരുപാട് നാൾ ശേഖറിനെ ഓർത്ത് ജീവിക്കുവാൻ. അത് ശേഖറിന് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ റാവുവിന്റെ വാക്കുകളാണ് ശേഖറിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അന്ന് രാത്രി അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി.